നമസ്കാരം ഉണ്ടോ ജയനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഗൂർഖേനെ കുറിച്ചുള്ള കേട്ടോ. അതായത് ഗൂർഖയുടെ 5 ഡോർ വേർഷനും അതുപോലെ തന്നെ അതിൻ്റെ പിക്കപ്പും അതുപോലെ തന്നെ 4 ഡോർ വേർഷനും വരാനിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ വർഷം പകുതിയോടുകൂടി ഇത് ലോഞ്ച് ആകുമെന്നാണ് പറയുന്നത്. അതായത് ചില ന്യൂസുകളിൽ പറയുന്നു മെയ് പകുതിയോടുകൂടി ഇത് വരുന്നുണ്ടെന്ന് പറയുന്നത്. എന്തായാലും ഈ വർഷം പകുതിയോടുകൂടി ലോഞ്ച് ആകുമെന്ന് തന്നെയാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് താർ വരാനിരിക്കും, താറിൻ്റെ 5 ഡോർ വേർഷൻ ലോഞ്ച് ചെയ്യാനിരിക്കുന്നത് ഓഗസ്റ്റിലാണ്. അതായത് സാധാരണ മഹീന്ദ്രയുടെ വെഹിക്കിളെല്ലാം ലോഞ്ച് അവർ തയ്യാറുള്ള ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് മഹീന്ദ്രയുടെ 5 ഡോർ താർ വരാനിരിക്കുന്നത്. ആ സമയത്ത് അതിന് മുമ്പായിട്ട് ഗൂർഖ മാർക്കറ്റിൽ എത്തുമെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് പുതിയ 5 ഡോർ ഗൂർഖയുടെ സ്പൈഡ് വെർഷൻസും അല്ലെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് കേട്ടോ. എന്തായാലും ആ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് എന്തായാലും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, റൗണ്ട് മാറ്റിയിട്ട് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ട്രാവലർ ടെമ്പോ ടവറിൽ വെക്കുന്ന ആ സ്ക്വയറിൽ ഹെഡ് ലാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല വൃത്തികേടാക്കിയിട്ടുണ്ട്. ബാക്കി സൈഡ് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. 2.6 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരാനുള്ളത്. എന്തായാലും എഞ്ചിൻ ഉണ്ടാക്കി ഇവർ ബെൻസിന് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് ഡിസൈൻ ഇവരുടെ അവിടെ നിങ്ങൾ കടം മേടിച്ചുകൂടെ എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ആ ജീവാഗൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കടം മേടിച്ചു. എന്തായാലും താറ് റാംഗ്ലറിനെ ഇൻസ്പയർഡ് ആയിട്ട് ഡിസൈനൊക്കെ ആക്കിയിട്ട് റാംഗ്ലറിൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ ഒക്കെ അതിൻ്റെ രീതിയിലായിട്ടുണ്ടെങ്കിലും ഈ ഫോഴ്സിൻ്റെ ഗൂർഖ മാത്രം എന്തുകൊണ്ട് ഈ ജീവാഗൻ്റെ ഒരു അനിയൻ്റെ ലുക്കിലേക്ക് ഇവർ കൊണ്ടുവന്നില്ല എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും, എനിക്കും ഉണ്ട്. എന്തായാലും ഇതിന് മുമ്പ് സ്പൈ ചെയ്ത ഈ വീഡിയോസ് ആയിരുന്നു കേട്ടോ. ഇത് 5 ഡോറിൻ്റെ ഇതിന് മുമ്പ് ചെയ്ത എല്ലാവർക്കും ഹെഡ് ലാമ്പ് കാണിച്ചിരുന്നതൊക്കെ റൗണ്ടഡ്, അതായത് 3 ഡോർ വേർഷനിൽ വന്നിരുന്ന അതേ റൗണ്ടഡ് ഹെഡ് ലാംപ്സ് ഒക്കെ ആയിരുന്നു കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഈ അടുത്തായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു കമഫ്ലാജ് ചെയ്ത റാപ്പ് ചെയ്തിരിക്കുന്ന മോഡലിൽ അവർ കാണിച്ചിരിക്കുന്നത് സ്ക്വയർ ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ അലോയ് വീൽസ് കാണിച്ചിരിക്കുന്നത് പഴയതിലെ 16 ഇഞ്ച് അലോയിൽ നിന്ന് മാറിയിട്ട് പുതിയതിലേക്ക് വന്നപ്പോൾ 18 ഇഞ്ച്, അത് 5 ഡോറിലേക്ക് വന്ന് 18 ഇഞ്ച് അലോയ് വീൽസ് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും സൈഡിൽ നിന്നുള്ള ഡിസൈൻസ് എല്ലാം തന്നെ സെയിം ആയിട്ടാണ് വരുന്നത്. സ്പൈജഡ് ആയിട്ടുള്ള ഇമേജസിലും വീഡിയോസിലും ഒക്കെ കാണുന്നത് സ്ക്വയർ ഹെഡ് ലാംപ്സ് ആണ്. എന്തായാലും അത് ഭയങ്കര മെനകേടായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. ഈ 3 ഡോർ വേർഷൻ അല്ലെങ്കിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടഡ് ഹെഡ് ലാംപ്സ് കുറച്ചുകൂടി മെനയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ 4 ഡോർ വേർഷൻ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ക്യാമ്പർ, നമ്മുടെ ബൊലീറോയുടെ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ക്യാമ്പർ ടൈപ്പിൽ 2 ക്യാബിനും അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ടൈപ്പിലുള്ള ഒരു മോഡൽ കൂടി അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ആയിട്ടേ കാണുന്നത് 4 ഡോർ ആയിട്ടുള്ള വേർഷൻ, അതായത് പിക്കപ്പ് അതുപോലെ തന്നെ പിക്കപ്പും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പൈഡായിട്ടുള്ള ഞാൻ പറഞ്ഞ റൗണ്ടഡ് ഹെഡ് ലാംപ്സ് വരുന്ന DRLൊക്കെ ഉള്ള മോഡലാണ്. എന്തായാലും ഡിസൈനിൻ്റെ കാര്യത്തിൽ കുറേയേറെ പിന്നിൽ തന്നെയാണ് ഫോഴ്സ് എന്ന് വേണം പറയാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് മറ്റു രീതിയിലേക്കൊക്കെ മാറ്റി ആ ജീവകാരൻ്റെ കുറച്ചൊക്കെ ഡിസൈനിലേക്ക് ആക്കിയിരുന്നെങ്കിൽ ശരിക്കും ഒന്ന് മാർക്കറ്റ് പിടിക്കാൻ പറ്റിയായിരുന്നേനെ. ഇത് ഫോഴ്സിൻ്റെ തന്നെ അത് സെയിം മോഡലിൽ ബേസ് ചെയ്ത് വരുന്ന പിക്കപ്പിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ.